നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തബാധിതർക്ക് പണമടയ്ക്കാൻ നോട്ടീസ് അയച്ച് KSFE. വയനാട് ദുരന്തബാധിതർക്ക് പണമടയ്ക്കാൻ നോട്ടീസ് അയച്ച് KSFE. അടിയന്തരമായി മുടങ്ങിയ തവണകൾ അടയ്ക്കാനാണ് നിർദ്ദേശം. താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിൽ കഴിയുന്ന ചൂരൽമലയിലെ 2 കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. KSFE മേപ്പാടി ബ്രാഞ്ചാണ് നോട്ടീസ് നൽകിയത്. ദുരിതബാധിതരിൽ നിന്നും EMI അടക്കം പിടിക്കരുതെന്ന നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. ഇതിനിടെയാണ് KSFE ഇത്തരത്തിൽ നോട്ടീസ് അയച്ചത്. കുൽഗ്രാമിൽ ഏറ്റുമുട്ടൽ, 5 ഭീകരരെ വധിച്ചു. കുൽഗ്രാം ജില്ലയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 5 ഭീകരർ കൊല്ലപ്പെട്ടു. ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. സേനയ്ക്ക് നേരെ ഭീകരർ വെടിവെക്കുകയായിരുന്നു. ജമ്മുകാശ്മീർ പോലീസും ഓപ്പറേഷനിൽ പങ്കെടുത്തു. അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈന്യം സുരക്ഷാ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. മോഷണക്കേസിൽ കീഴ്ശാന്തിക്കാരനെ ആളുമാറി കസ്റ്റഡിയിലെടുത്തു. ക്ഷേത്രത്തിലെ പൂജകൾ വൈകി. വെട്ടിലായി പോലീസ്. പത്തനംതിട്ടയിൽ മോഷണക്കേസിൽ കീഴ്ശാന്തിക്കാരനെ ആളുമാറി പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവം വിവാദത്തിൽ. പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ വിഷ്ണുവിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം ഇരവിപുരം പോലീസാണ് വിഷ്ണുവിനെ പിടികൂടിയത്. ഇരവിപുരത്തെ ഒരു ക്ഷേത്രമോഷണ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ആളുമാറിയാണ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് വ്യക്തമായതോടെ വിട്ടയക്കുകയായിരുന്നു. കീഴ്ശാന്തിയെ കൊണ്ടുപോയതോടെ ക്ഷേത്രത്തിലെ പൂജകൾ വൈകിയെന്ന് മുരിങ്ങമംഗലം ക്ഷേത്ര ഭാരവാഹികൾ ആരോപിച്ചു. സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധവും ഉയർന്നു. അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ കുഴിച്ചിടാൻ ശ്രമം. മകൻ കസ്റ്റഡിയിൽ. കൊച്ചി വെണ്ണലയിൽ മരിച്ച അമ്മയുടെ മൃതദേഹം ആരെയും അറിയിക്കാതെ കുഴിച്ചിടാൻ മകന്റെ ശ്രമം. വെണ്ണല സ്വദേശി 70 വയസ്സുള്ള അല്ലിയാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മകൻ പ്രദീപ് സ്ഥിരം മദ്യപാനിയാണെന്ന് സമീപവാസികൾ പറയുന്നു. സ്ഥലത്ത് മൃതദേഹം മറവ് ചെയ്യാൻ കുഴിയെടുത്തിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു. പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. അംഗനവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. എറണാകുളം ഉദയംപേരൂരിലാണ് സംഭവം നടന്നത്. മേൽക്കൂര തകർന്നു വീഴുന്നത് കണ്ട് ആയ ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. അംഗനവാടി പ്രവർത്തിക്കുന്ന കണ്ടനാട് JCB LPS സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. അപകടം നടന്നത് കുട്ടികൾ എത്തുന്നതിന് തൊട്ടുമുമ്പ് രാവിലെ 9:30-ഓടെയാണ്. അതിനാലാണ് ദുരന്തം ഒഴിവായത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണിട്ടുണ്ട്. മേൽക്കൂരയുടെ ഓടുകളെല്ലാം ഡെസ്കിലും ബെഞ്ചിലും തറയിലുമായി ചിതറിക്കിടക്കുന്നു. തകർന്നു വീണ കെട്ടിടത്തിന് 100-ലധികം വർഷത്തെ പഴക്കമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതേ കെട്ടിടത്തിൽ മുമ്പും അപകടമുണ്ടായെന്ന് രക്ഷപ്പെട്ട ആയയും പറഞ്ഞു. അടുക്കള ഭാഗത്തെ മേൽക്കൂരയായിരുന്നു അന്ന് പൊളിഞ്ഞു വീണത്. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടികളൊന്നും എടുത്തില്ല എന്നും ആയ വ്യക്തമാക്കി.